ಹೇಳ್ತಿದ್ದಾನೆ, ತಾಯಿ ಸತ್ತು ಹೋಗಿರಬಹುದು ಎಂಬುದಾಗಿ. ഞാൻ പറഞ്ഞല്ല, ನಾನು ಹೇಳಿದ್ದು ಹಾಗಲ್ಲ. അത് അലിഗോറിക്കലായിട്ട് ഒരു ദൃഷ്ടാന്തപരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ಅದು ನಾವು ನೋಡುವಾಗ ಒಂದು ದೃಷ್ಟಾಂತದ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡಿರಬಹುದು ಅಷ್ಟೇ. ആ കഥയിലെ പിതാവും ദൈവമാണ്. ಆ ಕಥೆಯಲ್ಲಿರ್ತಕ್ಕಂಥ ತಂದೆಯು ದೇವರಾಗಿದೆ. ദൈവമാരാന്നറിയാമോ? ದೇವರು ಯಾರು ಗೊತ್ತಾ? അപ്പനും അമ്മയും എല്ലാം കൂടെ ചേർന്ന്, ತಂದೆಯು ತಾಯಿಯು ಎಲ್ಲವೂ ಸೇರಿರುವಂತದಾಗಿ. അതുകൊണ്ട് ഇസ്രായേൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ആന്റി ടൈപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു മുൻകുറിയാണ്, നമുക്ക് ഒരു സാധനമാണ്. ಆದ್ದರಿಂದ ಇಸ್ರಾಯೇಲರು ನಮಗೋಸ್ಕರವಾಗಿ ಒಂದು ರೀತಿಯಲ್ಲಿ ಹಿಂದಿನ ಒಂದು ಕಾರ್ಯವಾಗಿದೆ, ಒಂದು ಮುನ್ನುಡಿಯಾಗಿದೆ ಅಷ್ಟೇ. അവരെ പോലെ നമ്മൾ ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എന്നാണ് വായിക്കുന്നത്. ಅವರ ಹಾಗೆ ನಾವು ಕೂಡ ಒಂದು ಸುವಾರ್ತೆಯನ್ನು ಕೇಳಿದವರಾಗಿದ್ದೇವೆ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. അവരെ വിളിച്ച് ഇറക്കുമ്പോൾ തന്നെ മോശെ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു, ആരാധനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ വിടുതൽ പ്രാപിച്ചിരിക്കുന്നത്. ಅವರನ್ನು ಕರೆದು ಹೊರಪಡಿಸುವಾಗ ಮೋಶೆ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳಿದನು, ಆರಾಧನೆಗೋಸ್ಕರವಾಗಿ ನಾನು ನಿಮ್ಮನ್ನು ಕರೆಯುತ್ತಿದ್ದೇನೆ ಎಂಬುದಾಗಿ. ನಾನು ತಪ್ಪಿ ಹೋದ ಮಗನ ಬಗ್ಗೆ ನೀವು ಹೇಳಿದ್ರಿ. നിങ്ങളൊന്ന് ചിന്തിക്കണം, ನೀವು ಮತ್ತೆ ಚಿಂತೆ ಮಾಡಬೇಕು. ഈ മുടിയന്നു തന്നെ അപ്പന്റെ വീട്ടിൽ വരുമ്പോ ಈ ತಪ್ಪಿ ಹೋದ ಮಗನು ತಂದೆಯ ಮನೆಗೆ ಮರಳಿ ಬರುವಾಗ ഒത്തിരി ആവശ്യങ്ങളുള്ളവനായിട്ട് വരുന്നത്. ಅನೇಕ ಅಗತ್ಯಗಳಿರುವವನನ್ನಾಗಿ ಅವನು ಬರುತ್ತಿದ್ದ. ചെരുപ്പൊക്കെ പറഞ്ഞതാണ്, ಆತನ ಚಪ್ಪಲಿಯು ಕಿತ್ತು ಹೋಗಿದೆ. വസ്ത്രമാണെങ്കിൽ സോപ്പും വെള്ളവും കാണിട്ട് ഒത്തിരി കാലമായി. ಆತನ ಬಟ್ಟೆಗಳು ಸೋಪು ಮತ್ತು ನೀರಿನಲ್ಲಿ ತುಂಬ ದಿನಗಳಾದವು. വയറിനെ ആഹാരം കഴിച്ച നാളുകൾ ഓർമ്മയിൽ നിന്നും പോയി. ಹೊಟ್ಟೆ ತುಂಬ ಊಟ ಮಾಡಿದ ದಿನಗಳು ಆತನ ನೆನಪಿನಲ್ಲೇ ಇಲ್ಲ. പക്ഷേ അവൻ അപ്പന്റെ അടുക്കൽ വന്നപ്പോൾ ഈ ഐറ്റംസ് ഒന്നും അവനോട് പറഞ്ഞില്ല. ಆದರೆ ನನ್ನ ತಂದೆಯ ಬಳಿಯಲ್ಲಿ ಬಂದಾಗ ಆತನು ಈ ವಿಷಯದ ಕುರಿತಾಗಿ ಮಾತನಾಡಲೇ ಇಲ್ಲ. അപ്പോ എനിക്ക് വിശന്നു, ತಂದೆ ನನಗೆ ಹಸಿವೆ ಆಗ್ತಾ ಇದೆ, എനിക്കൊരു ഉടുപ്പ് കിട്ടിയ കൊള്ളാം, ನನಗೆ ಒಂದು ಬಟ್ಟೆ ಸಿಕ್ಕಿದ್ರೆ ಸಾಕಾಯಿತು, ഒരു മാതിരി കൊള്ളാവുന്ന ചേരുപ്പ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഒരു ജോഡി കിട്ടിയ തരഞ്ഞു, ನನಗೆ ಒಳ್ಳೆ ಒಂದು ಜೋಡಿ ಚಪ್ಪಲಿ ಸಿಕ್ಕಿದ್ರೆ ಚೆನ್ನಾಗಿತ್ತು. ഇതിനൊന്നും ಇದು ಯಾವುದು ಆತನು ಹೇಳಲು. ഇങ്ങനൊക്കെ പറഞ്ഞ പുസ്തകങ്ങള് പുതിയ പരിഭാഷകൾ ഇറങ്ങുമെന്നും എനിക്ക് പേടിയില്ല. ಇದು ಈ ರೀತಿ ಹೇಳುತ್ತಿರುವಂತಹ ಹೊಸ ಪರಿಭಾಷೆಗಳ ಪುಸ್ತಕಗಳು ಬರಬಹುದು ಎಂಬತಕ್ಕದಾಗಿ ನಾನು ಚಿಂತೆ ಮಾಡುತ್ತಿದ್ದೇನೆ. അവനാകെപ്പാടെ അപ്പനെ കെട്ടിപ്പിടിച്ച് അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ കരഞ്ഞ് രണ്ടുപേരെയും കണ്ണുനീരുകൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് ആരുടെ കണ്ണീരാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പോലെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ಅವರಿಬ್ಬರು ಒಂದೇ ರೀತಿ ಅವನು ಹಿಡಿಕೊಂಡು ಅವರು ಅಡುತ್ತಿರುವಾಗ ಅವರ ಕಣ್ಣೀರು ಒಂದಕ್ಕಾಗಿ ಯಾರ ಕಣ್ಣೀರು ಎಂಬುದಾಗಿ ತಿಳಿಯದ ರೂಪದಲ್ಲಿ ಆಗಿತ್ತು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತಿದ್ದೇವೆ. അവൻ അപ്പനോട് പറഞ്ഞതപ്പോ ഞാൻ പാപം ചെയ്തു പോയി. ಆತನು ತಂದೆಯ ಬಳಿಯಲ್ಲಿ ಹೇಳಿರುವುದು, ತಂದೆಯೇ ನಿನಗೆ ವಿರೋಧವಾಗಿ ನಾನು ಪಾಪ ಮಾಡಿದ್ದೇನೆ. അവന്റെ പാപം സമ്മതിച്ച് അതിനെ ഏറ്റു പറഞ്ഞതല്ലാതെ അവന്റെ യാതൊരു ആവശ്യവും ഉന്നയിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ಆತನ ತಪ್ಪನ್ನು ಹರಿಕೆ ಮಾಡಿದ್ದಲ್ಲದೆ ಯಾವುದೇ ವಿಧವಾದ ಅಗತ್ಯಗಳು ಆತನಲ್ಲಿ ಹೇಳಿದ್ದನ್ನಾಗಿ ನಾವು ನೋಡುತ್ತಾ ಇಲ್ಲ. ಆದರೆ അവൻ തമ്മിൽ യോജിച്ചു കഴിഞ്ഞപ്പോൾ ಅವರಿಬ್ಬರು ಒಂದಾದಾಗ അവന്റെ അപ്പൻ വേലക്കാരൻ വിളിച്ചു. ಆತನ ತಂದೆಯು ಕೆಲಸದವರನ್ನು ಕರೆದನು. നിങ്ങളുടെ സൗകര്യത്തിന് നല്ല പറഞ്ഞത്, ನಿಮ್ಮ ಇದಕ್ಕೋಸ್ಕರವಾಗಿ ಎಂಬುದಾಗಿ ಹೇಳಲಿಲ್ಲ. വേഗമെന്ന് പറഞ്ഞത്, ನೀವು ಬೇಗ ಎಂಬುದಾದ, വേഗം ನೀವು ಬೇಗ ಎಂಬುದ. പഴങ്കഞ്ഞി വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ കുറെ ഉപ്പുകൾ ഒഴിച്ചു കൊടുക്കണം നല്ല പറഞ്ഞത്. ನಿನ್ನೆ ಮಾಡಿದ ಗಜ್ಜಿ ಇದ್ದರೆ ಅದರಲ್ಲಿ ಉಪ್ಪು ಸೇರಿಸಿ ಕೊಡಿ ಎಂಬುದಾಗಿ ಅದು ಹೇಳಲಿಲ್ಲ. നേതരമായ ആഹാരം, ಒಳ್ಳೆಯ ಊಟ, നല്ല അങ്കി, ಒಳ್ಳೆಯ ಬಟ್ಟೆ, പുതിയ ചെരുപ്പ്, ಹೊಸ ಚಪ್ಪಲಿ, ഇതൊക്കെ ഇവന് കൊടുക്കണമെന്ന് അപ്പൻ ഓർഡർ ഇടുകയാണ് ചെയ്തത്. ಇದೆಲ್ಲವೂ ಇವನಿಗೆ ಕೊಡಬೇಕೆಂಬುದಾಗಿ ತಂದೆಯು ಆರ್ಡರ್ ಕೊಟ್ಟಿದ್ದಾನೆ. ഇതൊരു പാപമാണ്. ಇದು ಒಂದು ಗುಟ್ಟ. നമുക്ക് ആകപ്പാടെ ചെയ്യാറുള്ളത് ദൈവസന്നിധിയിൽ കുറ്റം സംബന്ധിച്ച് അവരോട് നിരപ്പ് പറയണം. ನಮಗೆ ಮಾಡಿ ಅಳುವುದು ಮಾತ್ರ. ആവശ്യങ്ങൾക്ക് വേണ്ടി കിടന്ന് ഒത്തിരി തലയിട്ട് തല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ಅಗತ್ಯಗಳಿಗೋಸ್ಕರವಾಗಿ ಸುಮ್ಮನೆ ತಲೆ ಕೆಡಿಸಿದರೆ ಪ್ರಯೋಜನವಿಲ್ಲ. ന്യൂമാറ്റോളജി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. ಪವಿತ್ರಾತ್ಮನೆ ಕುರಿತಾಗಿರುವಂತಹ ಸತ್ಯಗಳು ಕಲಿಯುವವರಾಗಿದ್ದೇವೆ ನಾವು ಪ್ರತಿಯೊಬ್ಬರು. ನೀವು ನಮಗೆ ಕ್ಷಮಿಸಿರಿ. ഇന്ന് പരിശുദ്ധാത്മാവിനെ അനേകം ആളുകൾ വികൃതമായിട്ടാണ് അത് ചിത്രീകരിക്കുന്നത്. ಇವತ್ತು ಪವಿತ್ರಾತ್ಮನೆ ಕುರಿತಾಗಿ ಅನೇಕರು ಒಂದು ರೀತಿಯಲ್ಲಿ ವಿಚಿತ್ರವಾಗಿ ವಿವರಿಸುತ್ತಿದ್ದಾರೆ. എന്നാൽ പരിശുദ്ധാത്മാവ് ആരാണെന്നും അവർ എന്തിനു വേണ്ടി ഇഹത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് ഞാൻ അതെ വിശ്വസിക്കുന്നത് കർത്താവിന്റെ വചനങ്ങളാണ്. ಆದರೆ ಪವಿತ್ರಾತ್ಮ ಯಾಕೆ ಈ ಲೋಕದಲ್ಲಿ ಇದೆ ಎಂಬುದಾಗಿ ನಾನು ಗೊತ್ತಿರುವುದು ದೇವರ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ. ഞാൻ പറയുന്നതിനകത്ത് തെറ്റുകൾ വല്ലതുണ്ടെങ്കിൽ തിരുത്തി തന്നാൽ ഞാനത് കറക്റ്റ് ചെയ്തോ. ನಾನು ಹೇಳುತ್ತಿರುವುದರಲ್ಲಿ ಏನಾದರೂ ತಪ್ಪಿದರೆ